ഹലോ മക്കളെ, അപ്പൊ നമ്മുടെ കീം എക്സാമിൽ വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് എന്ന് പറയുന്ന ചാപ്റ്റർ. സോ ഇതിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. വളരെ ബേസിക് ആയിട്ടുള്ള നോളജ് മാത്രം നമുക്ക് മതിയാവും. സോ ഇതിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും അല്ലേ. സാധാരണ നമ്മൾ ബോർഡ് എക്സാം ലെവലിൽ ചോദ്യങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് ഗ്രാഫുകളൊക്കെ ഒരുപാട് വരച്ച് ഫീസിബിൾ റീജിയൻ ഒക്കെ കണ്ടുപിടിച്ച് അങ്ങനെ നമ്മൾ സൊല്യൂഷൻസ് ചെയ്യണം അല്ലേ. അപ്പോൾ എങ്ങനെയാണ് കീമിന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്താണ്, നമുക്കൊരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ തരും. ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ മാക്സിമൈസ് അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് സെർട്ടൈൻ കണ്ടീഷൻസ് തരും അല്ലെങ്കിൽ കൺസ്ട്രെയിൻസ് തരും. സോ അതനുസരിച്ച് നമ്മൾ ഗ്രാഫ് വരച്ച് സോൾവ് ചെയ്ത് ഫീസിബിൾ റീജിയൻ കണ്ടുപിടിച്ചിട്ട് എവിടെയാണ് നമുക്ക് പോയിന്റ് ഓഫ് അല്ലെങ്കിൽ ആ മാക്സിമം എവിടെ കിട്ടും അല്ലെങ്കിൽ മിനിമം എവിടെയാണ് കിട്ടുന്നതെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കോർണർ പോയിന്റ്സിലാണ് മാക്സിമം മിനിമം വരുന്ന പോയിന്റുകൾ അല്ലേ. സോ ഇത് ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനകത്ത് എക്സിനും വൈക്കും കോർഡിനേറ്റ്സ് ഇട്ട് കൊടുത്തിട്ടൊക്കെയാണ് നമുക്ക് മാക്സിമം വില മിനിമം വില കണ്ടുപിടിക്കുന്നത്. സോ അപ്പോൾ കീമിന് ചോദിച്ചിട്ടുള്ള രണ്ട് ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, മാക്സിമൈസ് ദ വാല്യൂ ഓഫ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഇവിടെ തന്നിരിക്കുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഏതാണ്, z ഈക്വൽ ടു 5x + 2y എന്നാണ്. സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻസ്. അപ്പോൾ നമുക്കിവിടെ കൺസ്ട്രെയിൻസ് തന്നിരിക്കുന്നത് എന്താണ്, x + y ≤ 7, x + 2y ≤ 10, then x and y greater than or equal to 0 എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. റെഡി. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ ഇത് സോൾവ് ചെയ്യും? ഫസ്റ്റ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താണെന്നുള്ള കാര്യം നമുക്കറിയാം. സോ അതെന്താണ്, z ഈക്വൽ ടു 5x + 2y ആണെന്ന് അറിയാം. സോ നമുക്ക് ഈ തന്നിരിക്കുന്ന രണ്ട് കൺസ്ട്രെയിൻസ് ഇത് നമുക്കറിയാം. എക്സും വൈയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് ക്വാഡ്രന്റിനെയാണ് എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. സോ അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള രണ്ട് കൺസ്ട്രെയിൻസിന് നമുക്ക് ആ ഇൻഇക്വാളിറ്റി മാറ്റിയിട്ട് നമുക്ക് എങ്ങനെ കൊടുക്കാം, x + y = 7 എന്നും രണ്ടാമത്തെ നമ്മുടെ കണ്ടീഷൻ x + 2y = 10 എന്നും നമുക്ക് കൊടുക്കാം. റെഡി അല്ലേ. സോ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ കറസ്പോണ്ടിങ് വാല്യൂസ് കണ്ടുപിടിക്കണം. എന്തിനു വേണ്ടിയിട്ട്, ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി. എന്നിട്ട് മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. സോ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോർഡിനേറ്റ്സ് വേണം അല്ലേ. സോ കോർഡിനേറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് ബോക്സ് നമ്മൾ വരയ്ക്കുന്നു, ദെൻ അതുപോലെ രണ്ടാമത് നമ്മൾ നോക്കിയിട്ട് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുകയാണ്. സോ ഇപ്പോൾ ഇവിടെ നമ്മൾ എക്സും വൈയും കറസ്പോണ്ടിങ് കൊടുക്കുന്നു. ദെൻ അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ എക്സും വൈയും കറസ്പോണ്ടിങ് കൊടുത്ത് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടെ എക്സിന് 0 ഇട്ട് കൊടുത്താൽ നമുക്ക് വൈക്ക് കറസ്പോണ്ടിങ് എന്ത് കിട്ടും, 0 കൊടുത്താൽ വൈ 7 കിട്ടും. അതുപോലെ വൈക്ക് 0 കൊടുത്താൽ എക്സും 7 കിട്ടും. ദെൻ അതേപോലെ തന്നെ ഈ ഇക്വേഷനകത്ത് എക്സിന് നമ്മൾ 0 കൊടുത്താൽ വൈ നമുക്ക് 5 കിട്ടും. വൈക്ക് നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എക്സ് 10 കിട്ടും. സോ കറസ്പോണ്ടിങ് കോർഡിനേറ്റ്സ് കിട്ടി നമുക്ക് ഇനി നേരെ എന്ത് ചെയ്യാം, ഗ്രാഫിലേക്ക് ഇത് വരയ്ക്കാം. റെഡി അല്ലേ. സോ അപ്പം നമ്മൾ ഗ്രാഫിലാണ് വരയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ആക്സിസ് എല്ലാം ഇവിടെ പ്ലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് കറസ്പോണ്ടിങ് കിട്ടിയ വാല്യൂസ് എന്ത് ചെയ്യാം, ഈ ഗ്രാഫിൽ ഒന്ന് കൊടുക്കാം. സോ ഫസ്റ്റ് നമുക്ക് കിട്ടിയ വാല്യൂ എന്തായിരുന്നു, 0, 7ഉം 7, 0 ആണ്. അപ്പൊ 0, 7 നമുക്ക് ആദ്യം ഒന്ന് മാർക്ക് ചെയ്യാം. 0, 7 എന്ന് പറയുമ്പോൾ ഏതായിരിക്കും നമുക്ക് കിട്ടുന്നത്, ഇതായിരിക്കും 0, 7 എന്ന് പറഞ്ഞ പോയിന്റ്. നെക്സ്റ്റ് വരുന്നത് 7, 0 ആണ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫ് നമ്മൾ എന്ത് ചെയ്തു, ഗ്രാഫ് ഇവിടെ നമ്മൾ പ്ലോട്ട് ചെയ്തു. റെഡി അല്ലേ. സോ ഗ്രാഫ് കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഗ്രാഫ് നമ്മൾ കഴിഞ്ഞു. സോ അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. 0, 5ഉം അതുപോലെ 10, 0യുമാണ്. അപ്പോൾ 0, 5 ഇവിടെ വരും. ദെൻ 10, 0 എന്ന് പറയുമ്പോൾ ഇവിടെ വരും. സോ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഗ്രാഫും കൂടെ വരയ്ക്കാം. സോ ഗ്രാഫ് തന്നെ ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ നിൽക്കും. നെക്സ്റ്റ് നമ്മളോട് പറയുന്നത് എന്താണ്, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സോ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റിനെയാണ് എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫീസിബിൾ റീജിയൻ അല്ലെങ്കിൽ ഫീസിബിൾ സൊല്യൂഷൻ റീജിയൻ കണ്ടുപിടിക്കണം. സോ അതിനുള്ള കണ്ടീഷൻ എന്തായിരുന്നു മക്കളെ ഇവിടെ ഉണ്ടായിരുന്നത്, x + y ≤ 7ഉം x + 2y ≤ 10 ആണല്ലോ. സോ എക്സിനും വൈക്കും നമ്മൾ 0, 0 കൊടുത്തു കഴിഞ്ഞാൽ 0 ≤ 7 എന്നും ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 0 ≤ 10 എന്ന് വരും. അതിന്റെ അർത്ഥം എന്താണ്, ഇതിന്റെ സൊല്യൂഷന് ഒറിജിനോട് അടുത്തായിരിക്കും നിൽക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ ഒറിജിനിലേക്ക് അടുത്തിട്ടാണ് നിൽക്കേണ്ടത്. അതേപോലെ തന്നെ ഇതിന്റെയും സൊല്യൂഷൻ ഒറിജിനിലേക്ക് അടുത്തിട്ടാണ് നിൽക്കേണ്ടത്. പിന്നെ നമുക്ക് ഫസ്റ്റ് ക്വാഡ്രന്റുമാണ് വരേണ്ടത്. സോ അങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇതിന്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ എവിടെയായിട്ട് നിൽക്കും, ഈ ഒരു പോർഷൻ ആയിരിക്കും ഇതിന്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് നമ്മൾ പറയേണ്ടത്. ക്ലിയർ ആണല്ലോ. റെഡി. സോ ഇനി നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കണം. മാക്സിമം വാല്യൂ ഇവിടെ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. മാക്സിമം വാല്യൂ വേണമെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താണ്, z ഈക്വൽ ടു 5x + 2y എന്നാണ്. സോ z ഈക്വൽ ടു 5x + 2y ആണ് വേണ്ടത്. ഓക്കെ, അതിന്റെ വാല്യൂ വേണം, ഇതിന്റെ മാക്സിമം വാല്യൂ. സോ അപ്പോൾ നമ്മൾ അറിയാം മാക്സിമം വാല്യൂസ് വരണമെങ്കിൽ അല്ലെങ്കിൽ കോർണർ പോയിന്റ്സിലായിരിക്കും ഇതിന്റെ മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂസ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ കോർണർ പോയിന്റ്സ് ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇതൊരു കോർണർ പോയിന്റ് ആണ്. അപ്പോൾ അത് 0, 0 എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടും. ഇതൊരു കോർണർ പോയിന്റ് ആണ്, അതെന്താണ് 0, 5. ദെൻ ഇതൊരു കോർണർ പോയിന്റ് ആണ്, അതെന്താണ് 7, 0 ആണ്. സോ നമുക്ക് ഇത് എ കൊടുക്കാം, ഇത് ബി കൊടുക്കാം, ഇത് സി കൊടുക്കാം. ഇനി ഒരു കോർണർ പോയിന്റ് കൂടിയുണ്ട്, അതേതാണ് ഈ ഡി എന്ന് പറയുന്നതാണ് ഒരു കോർണർ പോയിന്റ്. സോ അപ്പോൾ എയുടെ വാല്യൂ എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, എ എന്ന് പറയുന്നത് 0, 0 ആണ് കോർഡിനേറ്റ്.
ബി എന്ന് പറഞ്ഞിരിക്കുന്ന കോർഡിനേറ്റ് 70 ആണ്, സി എന്ന് പറഞ്ഞ കോർഡിനേറ്റ് 05 ആണ്. ദെൻ ഡി എന്ന് പറഞ്ഞ കോർഡിനേറ്റ് ഇത് നമ്മൾ കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? ഈ രണ്ട് ലൈൻസിന്റെ ഇക്വേഷൻസ് സോൾവ് ചെയ്താൽ മതി. കാരണം ആ രണ്ട് ലൈൻസും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് എന്ത് ഡി എന്ന് പറയുന്നത്. സോ അതവിടെ നിന്നോട്ട് നമുക്ക് ആദ്യം ഇതിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. സോ 0 കൊടുക്കുമ്പോൾ ഇസഡ് നമുക്ക് എന്ത് കിട്ടും? 0 ആണ് കിട്ടുന്നത്. ദെൻ ഇവിടെ 70 കൊടുത്താൽ 35 നമുക്ക് കിട്ടും. നെക്സ്റ്റ് ഇവിടെ നമുക്ക് എത്ര കിട്ടും? 10 ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് 0, 35, 10 ആണ് കിട്ടിയിരിക്കുന്നത്. സോ അപ്പോൾ 35 നമ്മുടെ ഓപ്ഷനിൽ വാല്യൂ ഉണ്ട്, പക്ഷെ നമുക്ക് ഒരു കോർഡിനേറ്റിന്റെ വാല്യൂ കൂടെ കണ്ടുപിടിക്കാനുണ്ട്. അതേതാണ്? ഇതാണ്. സോ അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇക്വേഷൻസിനെ സോൾവ് ചെയ്യണം. ഏതൊക്കെയായിരുന്നു നമ്മുടെ ഇക്വേഷൻ? x + y = 7 ആൻഡ് x + 2y = 10 അല്ലേ? സോ x + y = 7 ആൻഡ് x + 2y = 10 എന്നാണ്. സോ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്ത് ഇക്വേഷൻ നമ്പർ 2 നിന്ന് 1 നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. x - x 0 ആണ്, 2y - y എത്രയാണ്? y = നമുക്ക് 3 എന്ന് കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ x നമുക്ക് എത്ര കിട്ടും? 4 കിട്ടും. സോ 4, 3 എന്ന് പറഞ്ഞ കോർഡിനേറ്റ് ആണ് നമുക്ക് ഡി എന്ന് പറയുന്ന നമ്മളുടെ ഈ ഒരു ഇന്റർസെക്ഷൻ പോയിന്റ്. സോ അങ്ങനെയാണെങ്കിൽ 4, 3 നമുക്ക് വാല്യൂ നോക്കാമല്ലോ. 4, 3 നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? z എന്ന് പറയുന്നത് 20 + 6 26 ആയിരിക്കും നമുക്ക് വാല്യൂ വരുന്നത്. അപ്പം ഈ 4 കോർഡിനേറ്റിലെ വാല്യൂസ് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം സൊല്യൂഷൻ കോർണർ പോയിന്റ്സിലായിരിക്കും നമുക്ക് കിട്ടേണ്ടത്. സോ കോർണർ പോയിന്റിലെ വാല്യൂ നോക്കുമ്പോൾ z = 35 എന്ന് പറയുന്നതാണ് നമുക്ക് മാക്സിമം വാല്യൂ വന്നിരിക്കുന്നത്. സോ ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ മാക്സിമൈസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ മാക്സിമം വാല്യൂ എത്രയാണ്? 35. സോ 35 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. സോ ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ക്വസ്റ്റ്യൻസിനെ സോൾവ് ചെയ്യുന്നത്. ഇനി ഒരു രീതിയിലും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ആ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് എന്താണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ഡയറക്റ്റ് നമുക്ക് സൊല്യൂഷൻ തന്നിരിക്കുകയാണ്. നമ്മളൊന്ന് സൂം ചെയ്താൽ നമുക്ക് മനസ്സിലാവും. സൊല്യൂഷൻ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഈ ഷെയ്ഡഡ് റീജിയനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന കൺസ്ട്രെയിൻ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അപ്പം നമുക്ക് മനസ്സിലായി എന്തായാലും രണ്ട് ലൈനിന്റെ ഇക്വേഷൻസ് വെച്ചിട്ട് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ സൊല്യൂഷൻ റീജിയൻ നമുക്ക് ഇങ്ങോട്ടേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് വന്നിരിക്കുന്നത്. എക്സും വൈയും > 0 ആണ്. ദെൻ ഇവിടെ സൊല്യൂഷൻ വന്ന സ്ഥിതിക്ക് നമ്മുടെ രണ്ട് ഇക്വേഷനും > എന്ന ടേമിലായിരിക്കണം ഉണ്ടാവേണ്ടത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്കത് ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. ഇവിടെ > ആണ്, ഇവിടെ ലെസ് ഇതെന്തായാലും ഇതല്ല എന്നുള്ള കാര്യം മനസ്സിലായി. നെക്സ്റ്റ് ഇവിടെ > അപ്പോഴേ ഇതല്ല. ദെൻ മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, യെസ് > ഫസ്റ്റ് ക്വാഡ്രന്റ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി ഇവിടെ നോക്കിയേ, ലെസ് ആണ്, പക്ഷെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റ് അല്ല. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. സോ വളരെയധികം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ചാപ്റ്ററാണ് ഇത്. എല്ലാവരും ഈ ചാപ്റ്ററിനും അതുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കണം. ഓൾ ദി ബെസ്റ്റ്.